പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ വീട്ടിലെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റാൻ സൗദി അറേബ്യയിലെ പ്രവാസ ലോകത്തേക്ക് ജോലിക്കായി യാത്ര തിരിച്ച നജീബുക്കയുടെ കഥയാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ താൻ അനുഭവിച്ച അതിക്രൂരമായ പീഡനവും വേദനകളുമാണ് ഇന്നൊരു നോവലായി പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ നോവൽ കരഞ്ഞുകൊണ്ടല്ലാതെ ആരും വായിച്ചു തീർത്തിട്ടുണ്ടാവില്ല. നജീബുക്കയുടെ കഥ ഇന്ന് സോഷ്യൽ മീഡിയ ആകെ പരക്കുകയാണ്. നജീബുക്ക ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു സെലിബ്രിറ്റിയാണ്. താൻ അന്ന് അനുഭവിച്ച വേദനകളും കഷ്ടതകളും ഒരു പുസ്തക രൂപേണ കഥയായി പുറത്തിറങ്ങിയപ്പോൾ വായിച്ചവരൊക്കെ അത് കരയാതെ വായിച്ചു തീർത്തിട്ടുണ്ടാവില്ല. ഇന്ന് ആ കഥ സിനിമയിലെ പ്രശസ്ത സംവിധായകൻ സിനിമയാക്കുകയാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതം കൊടുത്തിരിക്കുന്നത് AR റഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ച, ഇത്രയും ക്രൂരതകൾ അനുഭവിച്ച നജീബുക്ക ഇന്ന് ഈ കാലം വരെയും ജീവിക്കുന്നു എന്ന് തന്നെ അത്ഭുതമാണെന്നാണ് ഇതിൻ്റെ സിനിമാ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഏറെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടും ഇയാൾ ആത്മഹത്യ ചെയ്യാതെ ഈ ഒരു കാലം വരെ ജീവിച്ചല്ലോ എന്നാണ് ഈ ഒരു സംവിധായകൻ്റെ ചോദ്യം. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനോടാണ്. AR റഹ്മാൻ്റെ ആ ഒരു മറുപടിയാണ് ഈ ലോകത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വം അവിടെയുള്ളവർക്കും ചോദിച്ചവർക്കും മനസ്സിലായത്. AR റഹ്മാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദീനുൽ ഇസ്ലാമിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഹറാമാക്കിയ ഒന്നാണ്. നമ്മൾ ഇത്രക്കാലം ജീവിച്ചതും ചെയ്തതുമായ നന്മകളും ഒക്കെ തന്നെയും ആ ഒരു മരണത്തിലൂടെ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇസ്ലാമായി പിറന്നവരാരും ആത്മഹത്യക്ക് മുതിരുകയില്ല. അതുതന്നെയാണ് നജീബ് ഇന്നും ജീവിക്കാനുള്ള കാരണവും. ഇത് ചോദിച്ചവരും പറഞ്ഞവരും ആരുമായിക്കോട്ടെ, പക്ഷേ ഈ ഒരു ചോദ്യത്തിന് സത്യസന്ധമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.